Good morning, Miss. Good morning, ma'am. Good morning, ma'am. PDF കാണാമോ? Morning. നാളെ എങ്ങനെയാണോ പെരുന്നാള്? അറിയോളൂ? അതിനെ കുറച്ച് പേര് പറയുന്നത് കേട്ടു. നാളെയാണോ? നാളെ അല്ല.
നാളെ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഫ്രൈഡേ ഓർ സാറ്റർഡേ. ഉറപ്പാണല്ലേ? ഫ്രൈഡേ ആണെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ല. സാറ്റർഡേ പിന്നെ ഓൾറെഡി ഇല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുത്തത് 8 വേസ് പറഞ്ഞിരുന്നു. 8 great ways to increase patient satisfaction. നമ്മൾ അവരെയാണ് എടുത്തത്. ഇത് കൂടാതെ തന്നെ ഈ 8 വേസ് കൂടാതെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് അതർ വേസസും ഉണ്ട്. മറ്റു വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ വരുന്നത് കേട്ടോ. നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വഴികൾ എന്തൊക്കെയാണ്? Develop rapport, make it personal, educate the patient, ensure cleanness, upgrade outdated system, be punctual, set expectations, go digital, decrease wait times, deliver patient box to care, encouraging lifelong learning. അപ്പൊ ഈ 8 വയസ്സ് കൂടാതെ ബാക്കിയുള്ളതാണ് കേട്ടോ പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഫസ്റ്റ് വേ എന്താണ്? ഡെവലപ്പ് റാപ്പോർട്ട്. എന്താണ് ഡെവലപ്പ് റാപ്പോർട്ട് എന്ന്? റാപ്പോർട്ട് മീൻസ് എന്താണ്? കേട്ടിട്ടുണ്ടോ ഈ ഒരു വാക്ക് എവിടെയെങ്കിലും? എന്തായിരിക്കും അത്? ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ്. അല്ലെങ്കിൽ ബന്ധം വികസിപ്പിക്കുക, റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യുക. ആരൊക്കെ തമ്മിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസും പ്രാക്ടീഷണറും തമ്മിൽ, അല്ലെങ്കിൽ പേഷ്യൻസും ഫിസിഷ്യൻസും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെ? ആ റിലേഷൻഷിപ്സ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു വേ ആണ് എന്താ? ഡെവലപ്പ് റാപ്പോർട്ട് എന്ന ബന്ധം വികസിപ്പിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. യെസ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ റിലേഷൻഷിപ്സ് വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Fear often gets in the way of patients' ability to retain important clinical information, which include set care instructions. Practitioners who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of trust with their patients. By reducing their patients' fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്ത് അസുഖം വന്നാലും നമുക്ക് എന്താണ്? ഒരു ചെറിയ പനി വന്നപ്പോഴും നമുക്ക് പേടിയുണ്ട് അല്ലെ? പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ? എന്ത് രോഗം ചെറിയതായിട്ടോ വലുതായിട്ടോ വന്നാലും ടെൻഷൻ എന്നൊരു ഭാഗം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ ഭയം ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും രോഗികളെ മൊത്തത്തിൽ വീക്ക് ആക്കാനായിട്ടൊരു സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതായത് അവരിപ്പോ നോർമൽ ആണെങ്കിൽ പോലും ആ ഒരു അസുഖത്തെ കുറിച്ച് അറിയുന്ന സമയത്ത് അവർക്ക് BP കൂടാൻ അങ്ങനെ പല രീതിയിൽ ടെൻഷൻ മുഖാന്തരം പല ഡിഫിക്കൽട്ടീസ് അവർ നേരിടേണ്ടി വരും അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ഒരു പ്രാക്ടീഷണറെ സംബന്ധിച്ച്, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യുന്നത് അവിടെ? എന്താണ് ആദ്യം രോഗിയുടെ ഭയം മാറ്റിയെടുക്കണം അല്ലെ? അതായത് രോഗി ഓൾറെഡി ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടെൻഷൻ ഫ്രീ ആക്കുക എന്നതാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തിരിക്കണം? നല്ല രീതിയിൽ ആ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലെ? അതായത് ആളുടെ ഭയം മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു കൊടുത്തു. അതായത് ഇത്രേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, ഇതിൽ വേറെ എഫക്റ്റുകളൊന്നും ഡിഫിക്കൽട്ടീസ് ഒന്നും വരാനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ആശ്വസിപ്പിക്കണം അല്ലെ? ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ തന്നെ എന്താണ്? പേഷ്യൻസ് കുറച്ചുകൂടി കൂളാവും അല്ലെ? പേടിക്കണ്ടെന്ന് പറയൂലേ നമ്മളോട് ഡോക്ടേഴ്സ് വരാറില്ല, പേടിക്കണ്ട ശരിയാക്കാന്ന് പറയാം. അങ്ങനെ അവരിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള ഭയം എടുത്ത് കളയാനായിട്ട് സാധിക്കാം. അപ്പം
ഡോക്ടറും ആ ഒരു പേഷ്യന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ കുറച്ച് മിനിറ്റ് ചികിത്സ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ എന്താണ് അവരോടൊന്ന് സംസാരിക്കാം. അല്ല ഇപ്പൊ നമ്മള് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യണേക്ക് മുമ്പ് ഇപ്പൊ നമുക്കറിയാം ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോണേക്ക് മുമ്പേ ബ്ലഡ് എടുക്കണേക്ക് മുമ്പ് അവിടുത്തെ ലാബ് ടെക്നീഷ്യൻസ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാറുണ്ട് അല്ലെ. എന്താണ് നമ്മൾ അതിൽ നിന്ന് ആ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ സെയിം ഇവിടെ ചെയ്യാം. ഇവിടെ എന്താണ് ഡോക്ടർ നല്ല രീതിയിൽ പേഷ്യന്റിന്റെ ഭയം മാറ്റിയെടുക്കാൻ അത്യാവശ്യമാണ്. ചികിത്സ ആരംഭിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളെ ടെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, ദെൻ അവരെ സ്ട്രെങ്തേൺ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. പേഷ്യൻസിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ടെൻഷൻസ് ഒഴിവാക്കിയതിനു ശേഷം എന്താണ് ആ രോഗിയിൽ ഡോക്ടറിൽ നിന്നുള്ള വിശ്വാസം, ആ വിശ്വാസം ഉടലെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റണം. ആ വിശ്വാസത്തിന്റെ പ്രകാരം എന്താണ് അവരെ മാക്സിമം സ്ട്രെങ്തേൺ ചെയ്തെടുക്കുക. പേഷ്യന്റ് വീക്ക് ആയിരിക്കുമല്ലോ, ടെൻഷൻ മൂലം നമ്മൾ എല്ലാവരും എന്താണ് വീക്ക് ആയിരിക്കുന്ന ഒരു സമയത്ത് എന്താണ് ആവശ്യത്തിലധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആളെ കൂളാക്കി ആ ട്രീറ്റ്മെന്റിന് പ്രിപ്പയർഡ് ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ ആ പേഷ്യൻസിന് എന്താണ് ഡോക്ടറിനോടൊരു ട്രസ്റ്റ് വരികയും ചെയ്യും. ആ ഹോസ്പിറ്റലിനോട് എന്താണ് ഒരു ചികിത്സ അവിടെ ചെയ്യാനായിട്ട് ആള് നല്ല രീതിയിൽ അവിടെ സപ്പോർട്ടീവ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ പേഷ്യൻസ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പേഷ്യന്റും പ്രൊവൈഡറും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അങ്ങനെ വികസിപ്പിക്കുകയാണെങ്കിൽ എന്താണ് ആ പേഷ്യൻസിന് നമുക്ക് അവിടെ നിലനിർത്താൻ സാധിക്കും. അവർ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ? Okay, that is develop rapport. Next one എന്താണ് make it personal. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. Make it personal. Make it personal. വ്യക്തിഗതമാക്കുക. എങ്ങനെയാണ്? Healthcare professionals who try to keep eye contact with their patients rather than vaguely looking at computer screens and charts display their dedication to the patient. Some practitioners may select to have medical scribe in the room for this very reason, which allow them to listen with their eyes while the scribe takes notes, saying a patient's name and also help individualize and personalize the patient experience. Like does asking questions like what matters to you. ഓക്കെ, ഇവിടെ മേക്ക് ഇറ്റ് പേഴ്സണൽ അഥവാ വ്യക്തിഗതമാക്കുക എന്ന് പറയുന്നത് നമ്മൾ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർ നമ്മുടെ മുഖത്ത് പോലും നോക്കാറില്ല അല്ലെ. എന്തെങ്കിലും അവിടെ നിന്ന് എഴുതും, എന്ത് പറ്റിയെന്നോ എന്താണെന്നോ പേര് പോലും ചിലപ്പോൾ ചോദിക്കില്ല അല്ലെ. എന്താന്നുള്ള വേണമെങ്കിൽ ഒരു ചോദിച്ചാലേ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് പേഷ്യന്റ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം, കഥ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ കഥ മുഴുവൻ കേൾക്കുന്നില്ല അല്ലെ, നമ്മളുടെ മുഖത്ത് പോലും നോക്കില്ല. അത് നല്ല കാര്യമാണോ? കാര്യമല്ല അല്ലെ. മാക്സിമം മിനിമം എന്താണ് മാക്സിമം അല്ല നിർബന്ധമായിട്ടും പേഷ്യൻസിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട്, അതായത് ഐ കോണ്ടാക്ട് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഇനി ഇപ്പൊ ഡോക്ടർ എങ്ങനെ ബിസി ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഡോക്ടർ മറ്റു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പേഷ്യൻസിന്റെ ഐ കോണ്ടാക്ട് നിലനിർത്താൻ എന്താണ് ഡോക്ടറിന്റെ മുറിയിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്ക്രൈബിനെ നിലനിർത്താവുന്നത്. നമ്മുടെ ചെറിയ മെഡിക്കൽ അസിസ്റ്റൻസുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫുകൾ നഴ്സിംഗ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യും, ഈ പേഷ്യന്റ് പറയുന്ന സമയത്ത് അവർ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ നോട്ട്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഡോക്ടർ നേരെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് പേഷ്യൻസുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് നിലനിർത്താനും പേഷ്യൻസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടും സാധിക്കും. ഓക്കെ, യെസ്. ഇനി സ്ക്രൈബ് ഇല്ലെങ്കിൽ കൂടി എന്താണ് ഒരിക്കലും കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്നിട്ട് പേഷ്യൻസിനോട് വിവരങ്ങൾ ചോദിക്കരുത് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് അവരുടെ മുഖത്ത് കണ്ണിൽ നോക്കി പറയാന്നൊക്കെ പറയില്ല നമ്മള്, കണ്ണിൽ നോക്കി വർത്തമാനം പറയാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുള്ള ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു മാനേഴ്സ് ശരിക്കും ഡോക്ടേഴ്സ് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. യെസ്, ശരിയാണോ? അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇനി ഡോക്ടർ നമ്മുടെ പേരെടുത്ത് വിളിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്കൊരു പ്രൗഡല്ലേ, നമ്മുടെ പേര് വിളിച്ച് സംസാരിക്കുമ്പോ എസ് കൃഷ്ണൻ ഇത് ഇത്രയുള്ള പ്രശ്നമൊന്നുമില്ല, നമുക്കത് ശരിയാക്കാം, നസീമ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഓക്കെയാണ്. പേര് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് വരും അല്ലെ. ഒരു റിലേഷൻഷിപ്സ് അത് ഡെവലപ്പ് ചെയ്യണം ഡോക്ടറുമായിട്ടുള്ള. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്
നമ്മൾ ഓൾറെഡി ടെൻസ്ഡ് ആയിട്ടായിരിക്കും ഡോക്ടറെ കാണാൻ വരുന്നത്. അപ്പൊ ഡോക്ടർ നമ്മുടെ കണ്ണിൽ നോക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മളെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ടില് അല്ലെങ്കിൽ സ്ക്രീനിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ഒന്ന് പരിഗണിക്കുക. ഇവിടെ ശരിക്കും മെഡിക്കൽ കോഴ്സ് ഉദ്ദേശിക്കുന്ന ഓരോ വരുന്ന പേഷ്യൻസും ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, ചിലത് മാത്രം കേട്ടോ. വരുന്ന രോഗികളെ നല്ല രീതിയിൽ പരിഗണിച്ച് അവർക്ക് എന്താണോ ആവശ്യകതകൾ അത് അവരുടെ മുഖത്ത് നോക്കി പറയാനും വേണ്ട എല്ലാ വിശദാംശങ്ങളും കൊടുക്കാനായിട്ടും ഡോക്ടറിന് തരണം. അപ്പൊ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ കെയർ കൊടുക്കാനായിട്ട് ഡോക്ടറിന് കഴിയുമ്പോൾ മാത്രമാണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ പേഷ്യൻസിനും ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് എല്ലാ ഡോക്ടേഴ്സും തയ്യാറാവുക. അതിലൂടെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താനായിട്ട് സഹായിക്കും. ഓക്കെ, മനസ്സിലായോ? കൊറോണയുടെ സമയത്ത് അത് പിന്നെ ആ സാഹചര്യമല്ലേ, അതുകൊണ്ടാണ് നമ്മൾ 1 കിലോമീറ്റർ നീളെ മാറ്റിയിരുത്തിയിട്ട് ചികിത്സ ചെയ്തിരുന്നത്. അത് ആ സാഹചര്യത്തിലാണ് അങ്ങനെ. ഓക്കെ, വാട്ടവർ. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അതും ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നേടാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് വേ ആണ്. നെക്സ്റ്റ്, എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. Receiving a new diagnosis or an update to an existing one can be fearsome. Use of non-medical language and teach-back methods help improve communication and increase patient grasping of their health condition. Providing patients with written documentation that they can take home with them is also as of importance and will help further lessen feeling of confusion or unease. Educate the patients. പേഷ്യന്റിന് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? ഇതിനെ കുറിച്ചിട്ടാണ് കൊടുക്കേണ്ടത്? രോഗിയെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അല്ലെ ഇവിടെ പറയുന്നത്. രോഗിക്ക് എന്താണോ അസുഖം, ആ അസുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഡോക്ടർക്ക് വിലയേറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് അതൊരു നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ച് പറയുന്നതായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി അധികാരം അല്ലെ. നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? പേഷ്യൻസിന് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെ, നമ്മളെ ലെജിബിൾ ആവുന്ന രീതിയിലായിരിക്കണം അത് എഴുതേണ്ടതും. അത് വ്യക്തമായിട്ട് ഓരോ പേഷ്യൻസിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം അത് തയ്യാറാക്കേണ്ടത്. അപ്പം എന്താണ്, പേഷ്യൻസിന് തന്നെ ഹെൽത്ത് കണ്ടീഷൻ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായിട്ട് അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പൊ എന്താണ് ആളുടെ കണ്ടീഷൻ അതിനെ പറ്റിയിട്ട് വ്യക്തമായ രീതിയിൽ അതില് പല കാര്യങ്ങളും വരാം. അതായത് ഈ ചികിത്സ ചെയ്തില്ലെങ്കിലുള്ള റിസ്ക് എന്താണ്, എന്തൊക്കെ അപകട സാധ്യതകൾ എനിക്ക് വരാനുണ്ട്, അല്ലെങ്കിൽ ഈ മെഡിസിൻ എത്ര കാലം നിങ്ങൾ കഴിക്കേണ്ടതുണ്ട്, ഇപ്പം എന്തൊക്കെ ഭക്ഷണക്രമങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച്, അതായത് അസുഖവുമായി ബന്ധപ്പെട്ട് ആ പേഷ്യന്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അത് മാക്സിമം ആളെ രക്ഷപ്പെടുത്താനാണ് ഡോക്ടേഴ്സ് നോക്കുന്നത് അല്ലെ. അപ്പൊ ഓൾ ഡീറ്റെയിൽസും പറഞ്ഞ് ആരോഗ്യം എന്താണ് നമ്മളത് പറഞ്ഞ് ബോധവൽക്കരിക്കുകയാണ് അല്ലെ. അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ തന്നെ എന്താണ് ഡോക്ടർ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ തന്നെ നമുക്കൊരു വളരെയധികം കോൺഫിഡൻസ് വരും. എന്റെ അസുഖം മാറും, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിശ്വസിച്ച് നമുക്ക് ആ ഒരു ട്രസ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരും അല്ലെ. മാത്രമല്ല നമ്മുടെ രോഗാവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇങ്ങനെ ചെയ്താൽ അത് അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇതൊക്കെ വരാൻ കാരണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കമ്മ്യൂണിക്കേഷൻ പേഷ്യൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയം ഈ പോയിന്റുകളെല്ലാം കണക്റ്റഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം അല്ലെ. അതായത് ഈ പറഞ്ഞ മുകളിലത്തെ ആദ്യത്തെ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ അല്ലെ. പേഷ്യന്റുമായിട്ട് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ആ പേഷ്യൻസിന് നമുക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സകൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നിലനിർത്താനും സാധിക്കും അല്ലെ. ഇത് മാത്രമല്ല പേഷ്യൻസിന് ആ രോഗത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഓൾ ഡീറ്റെയിൽസ് ആൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഒരു നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടായിരിക്കണം അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഇല്ലാണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം വന്നാൽ നമുക്ക് അറിയില്ല, നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞാൽ നമുക്ക് ഇതിന് ഡീറ്റെയിൽ അറിയാൻ പറ്റും അല്ലെ. അപ്പൊ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ ഒഴിവാക്കാനായിട്ട്
ആ രോഗത്തെ കുറിച്ച് ഡോക്ടർ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും അധികം കേട്ടോ. യെസ്. Generate a positive patient experience by teaching the patients about their health condition and how to mature it. Helping the patient understand how their body works and why making certain choices can enhance or detract from their health gives them informed agency over their bodies. They feel like the hospital is their partner in health instead of another person telling them what they should be doing differently. ഇപ്പൊ രോഗിക്ക് രോഗത്തെ കുറിച്ചിട്ടുള്ള ധാരണകൾ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ രോഗിയിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് തന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് ആ ഒരു പേഴ്സണ് മനസ്സിലാവുന്നു അല്ലെ. മാത്രമല്ല ഏതൊക്കെ ചികിത്സകൾ അവിടെ നിന്ന് സ്വീകരിക്കണം അല്ലെ. അത് ഇപ്പൊ ചോയ്സ് നമ്മുടേതാണ്. ഏത് ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യണമെന്ന് ഡോക്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ പറഞ്ഞാലും അതേത് സെലക്ട് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫീൽ ഫ്രീ ആയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാനും കൂടി പറ്റുള്ളൂ. അപ്പൊ എന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണോ എന്നുള്ളത് എനിക്കാണ് ഡോക്ടർ പറയുമ്പോൾ അറിയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് എനിക്കത് ചൂസ് ചെയ്യാനും പറ്റും. ഡോക്ടർ പറയുന്ന കാര്യങ്ങളില്ല ചില പല ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് കൂടെ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും സെലക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ബോഡിക്ക് യാതൊരു വിധത്തിലുള്ള അപകട സാധ്യതകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മുടെ രോഗാവസ്ഥയെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കിട്ടുമ്പോൾ തന്നെ എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ച് രോഗിക്ക് നല്ലൊരു ധാരണ ആയിരിക്കുണ്ടാവും. അതായത് ഹോസ്പിറ്റൽ എന്റെ ഒരു നല്ലൊരു പാർട്ട്ണർ ആണെന്ന രീതിയിൽ അല്ലെങ്കിൽ എന്റെ ഒരു സപ്പോർട്ടീവ് എന്റെ രോഗത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലും എന്റെ ഫിസിഷ്യൻ ആണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമ്പോൾ തന്നെ എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. ഓക്കെ, യെസ്. ഇവിടെ മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പേഷ്യന്റിന് ആ രോഗത്തെ കുറിച്ച് അങ്ങനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് കേട്ടോ. യെസ്, അങ്ങനെ ബോധവൽക്കരിക്കുമ്പോൾ എന്താണ് പേഷ്യൻസ് കൂടുതൽ സംതൃപ്തരായി മാറുന്നത്. ഓക്കെ, ഇതെല്ലാം കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധ്യമാകൂ അല്ലെ. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ രോഗിക്ക് അതിനെ കുറിച്ചിട്ടുള്ള സാധ്യതകളും അതിന്റെ ഡിഫിക്കൽട്ടീസ് എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? Then ensure cleanness. Patient satisfaction improve ചെയ്യാനുള്ള അടുത്ത വേ ആണ് ensure cleanness. എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും നോക്കാതെ ഒന്ന് പറയാൻ പറ്റുമോ ensure cleanness എന്താണ്? ഹൈജീൻ. ഹൈജീൻ ആണ്. നിങ്ങൾ ഹൈജീനിക് അല്ലാത്തൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോവോ? ഇല്ല അല്ലെ. Neat and clean ആയിരിക്കണം. Okay, not patient needs to receive care in a situation that does not feel safe and sanitary. Practicing sanitation in all areas of the institution, from the waiting room to the physician office, helps safeguard patients and put them at ease. Ensure cleanness. ഹോസ്പിറ്റലിനകത്ത് മതിയായ രീതിയിൽ ശുചീകരണം ഉറപ്പുവരുത്തുക അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള അനുഭവം അല്ലെ. അങ്ങനെ ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയുള്ളൂ അല്ലെ. അതായത് ഇപ്പൊ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യൻസിന്റെ റൂം, അതായത് ഒരു ഹോസ്പിറ്റലിലെ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ്സും എങ്ങനെയായിരിക്കണം? വെൽ ഹൈജീനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. യെസ്, അതായത് ഇപ്പൊ പേഷ്യൻസ് എവിടെയൊക്കെയാണ് എത്തിച്ചേരുന്നത് ആ എല്ലാ ഏരിയാസിലും എങ്ങനെയായിരിക്കണം? ഏറ്റവും ക്ലീൻലെസ് ആയിട്ട്, അതായത് നല്ല രീതിയിൽ ശുചിത്വം ക്രമീകരിക്കുന്ന രീതിയിലായിരിക്കണം ഹോസ്പിറ്റൽ അന്തരീക്ഷം ചിട്ടപ്പെടുത്തേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ പേഷ്യൻസിന് എന്താണ് അല്ലെങ്കിൽ എന്താണ് പല രീതിയിലുള്ള അപകട സാധ്യതകൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നെങ്കിൽ എന്താണ് പല രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അല്ലെ. പ്രത്യേകിച്ച് പേഷ്യൻസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിലെ അപകട സാധ്യതയുള്ള പേഷ്യൻസ് കടന്നു വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ ചുറ്റുപാട് മോശമാണെങ്കിൽ എന്താണ് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആരോഗ്യം പിടിപെടാനും പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് അത് നയിക്കാനായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് ഹോസ്പിറ്റലൊക്കെ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഹോസ്പിറ്റലിൽ നിലനിർത്തേണ്ടത്. ഓക്കെ, അതും നമ്മുടെ എന്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു? പേഷ്യൻസിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ?
സിസ്റ്റംസ്. അപ്പൊ വെയിറ്റിംഗ് റൂം തൊട്ട് ഫിസിഷ്യന്റെ റൂം വരെയുള്ള എല്ലാ ഏരിയാസിലും എന്താണ് വെൽ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അതിന്റെ അറ്റ്മോസ്ഫിയർ ചിട്ടപ്പെടുത്തേണ്ടത്. ഓക്കെ, ക്ലിയർ? പറഞ്ഞോട്ടെ. Then upgrade outdated systems. Upgrade outdated system. Upgrade outdated system. ഔട്ട്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന സിസ്റ്റംസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽ സിസ്റ്റംസിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? When it comes to improving the patient experience, upgrading outdated internal system is important. Even small update to appointment scheduling platforms, waiting room signage and systems, and nurse call buttons and have a significant influence on a patient satisfaction. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കാലഹരണപ്പെട്ട് കിടക്കുന്ന എല്ലാത്തരം സംവിധാനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അതായത് പേഷ്യൻസിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റംസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഒരു റിഫ്രഷ്മെന്റ് പോലെ തന്നെ അല്ലെ? അതായത് ഇപ്പൊ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോംസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണെങ്കിൽ പോലും അതിലും അപ്ഡേഷൻസ് കൊണ്ടുവരേണ്ടത് നമുക്ക് എന്താണ് ഒരുപാട് സമയം വരെ അല്ലെ എത്രയും പെട്ടെന്ന് ലോഗിക്ക് ആക്സസ് ചെയ്യാവുന്ന പറ്റുന്ന രീതിയിലായിരിക്കണം സിസ്റ്റംസ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റിംഗ് റൂംസിലെ സൈനേജുകൾ അല്ലെങ്കിൽ പല സിഗ്നൽസ് ഒക്കെ പ്രത്യേകിച്ച് രോഗിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അതൊക്കെ സിഗ്നൽസുകളാണെങ്കിൽ എന്താണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതെല്ലാം തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് എന്താണ് റൂമിലൊക്കെ നമുക്ക് നഴ്സിംഗ് ബെൽസ് ഉണ്ടായിരിക്കും അല്ലെ? നഴ്സിംഗ് ബെൽസുകൾ ഉണ്ടല്ലേ? റൂമിലേക്ക് നഴ്സിനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് കോളിംഗ് ബെൽസുകൾ അല്ലെ? കോളിംഗ് ബട്ടൺസ് ഉണ്ടായിരിക്കും. അതുവരെ നമ്മൾ എന്താണ് ചില ഹോസ്പിറ്റലൊക്കെ പേരിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് ചിലപ്പോൾ ഒരു ഉപയോഗം ഉണ്ടാവില്ല അല്ലെ? ചിലപ്പോൾ അത് ബെല്ലൊക്കെ വേണമെങ്കിൽ അതിന്റെ ചാർജ് ഒക്കെ പോയി കൊടുക്കരുത്, യാതൊരു കണക്ഷൻ അതിലുണ്ടായിരിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. നഴ്സിംഗ് കോൾ ബട്ടൺസ് എല്ലാം വർക്കിംഗ് കണ്ടീഷൻസിലാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, മാത്രമല്ല നമ്മൾക്ക് ഇപ്പോ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ ക്യൂ നിൽക്കുന്നതിലും നമ്മുടെ പേര് വിളിക്കുന്നതിനായിട്ട് തന്നെ ഇപ്പൊ നമുക്ക് പുതിയൊരു സംവിധാനങ്ങൾ കുറെ നാളുകളായല്ലേ പുതിയൊരു സംവിധാനമാണ് ടോക്കൺ സിസ്റ്റംസ് വന്നിട്ടുണ്ട് അല്ലെ? യെസ്, ടോക്കൺ സിസ്റ്റം എന്താണ് അതിന്റെ പ്രത്യേകത? ടോക്കണിന്റെ പ്രത്യേകത എന്താണ്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അല്ലെ? ഡിസ്പ്ലേയിൽ കാണിക്കും അല്ലെ? ഇപ്പൊ ഏത് റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഏത് റൂമിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ഡിസ്പ്ലേയിൽ നമുക്ക് നമ്പേഴ്സ്, ആ നമ്പേഴ്സ് നമ്മുടെ നമ്പർ 10 ആണെങ്കിൽ 10ാമത്തെ നമ്പർ ആവുമ്പോൾ എന്താണ് അതൊന്നില്ലെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും. ചിലപ്പോ എന്താണ് ഇപ്പൊ അനൗൺസ്മെന്റിലും പ്രശ്നം വരാറുണ്ട് അല്ലെ? ചിലപ്പോ അനൗൺസ്മെന്റ് ഒന്നും വർക്കിംഗ് അല്ല, നമ്പർ മാത്രം അവിടെ കാണുള്ളൂ അല്ലെ? 14, 10, 51 എന്നൊക്കെ പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് കോൾ ഉണ്ട് അല്ലെ? ഓട്ടോമാറ്റിക് വോയിസ് റെക്കോർഡർ അതിൽ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അങ്ങനെയല്ലേ അത് പറയുന്നത്? അങ്ങനെയാണത്. അത് ചിലപ്പോ അനങ്ങില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് അനങ്ങാറില്ല, കളറ് മാത്രം ചിലപ്പോൾ ഇപ്പൊ 17 സ്ഥാനത്ത് 17 7 വരും, ഒന്നും ഉണ്ടാവില്ല. എനിക്ക് വരാം, അങ്ങനെയൊക്കെ വരരുത്. അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ ഔട്ട്ഡേറ്റ് സെക്ഷൻസ് ആണ് അല്ലെ? അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റി നമ്മൾ അതിന് അപ്ഡേഷൻസ് കൊണ്ടുവന്ന് എന്താണ് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സർവീസസ് കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അതിനൊക്കെ മാറ്റിയെടുക്കുക. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക കേട്ടോ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് ബി പങ്ക്ച്വൽ ആയിരിക്കണം. ബി പങ്ക്ച്വൽ, ഓൺ ടൈം ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? പങ്ക്ച്വാലിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഏറ്റവും നന്നായിട്ട് പാലിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ഓഫീസിലെത്തുന്ന കാര്യം കേട്ടോ. ഇവിടെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ക്ലാസ്സിൽ ഡിലേ വരുന്നത്, അല്ലാതെ ക്ലാസ്സിൽ കയറാനോ ടൈം വൈകുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് പാലിച്ചിരുന്നതാണ്. കറക്റ്റ് ഇവിടെ 10:30ക്കാണ് ക്ലാസ്, 10:15 റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഞാൻ 9:45 എത്തും. അത് എന്റെ തനിച്ചാഴ്ചയാണ്. അല്ലെങ്കിൽ 10 മണിക്കാണ് എത്തും. അതങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സ്കൂളിൽ പോയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. സ്കൂളിൽ 5 വർഷം വർക്ക് ചെയ്തപ്പോ അതങ്ങനെ ഫോളോ ചെയ്ത് ആ പങ്ക്ച്വാലിറ്റി നമുക്ക് നോർമലി ഡെവലപ്പ് ചെയ്യും കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ചുകൂടി ലാഗിങ് ടൈമായി. യെസ്, നമ്മൾ ഇനിയിപ്പോ ഞാൻ എന്റെ കാര്യം പറഞ്ഞു കേട്ടോ. നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റാറുണ്ടോ? ആ ക്യാബിൻ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കും അല്ലെ? ആ ക്യാബിൻ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കും. പെട്ടെന്നൊന്നും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല അല്ലെ? ഒരിക്കലും കാണാൻ പറ്റില്ല. യെസ്,
എന്തുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് നേരത്തെ എത്തിച്ചേരാത്തത്? പങ്ക്ച്വാലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെ? വേറൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സർവീസസ് ആണ്. ആരും പരാതിപ്പെടില്ല. അവർക്ക് എന്താണ്, ശമ്പളം കൃത്യസമയത്ത് എത്തിച്ചേരും, അല്ലെ? വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പൊ അവർക്ക് തോന്നിയ സമയത്ത് എപ്പോ വേണമെങ്കിലും എത്തിച്ചേരാം. സാലറി ഒന്നും കട്ടാവില്ല, അല്ലെ? പക്ഷെ അങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻസ്. ആ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് രോഗികളെ ചികിത്സിക്കാനായിട്ട് അദ്ദേഹം എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ പങ്ക്ച്വൽ ഈ പങ്ക്ച്വൽ എന്ന സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നോക്കാം. പങ്ക്ച്വാലിറ്റി റിവീൽസ് a practitioner's respect for a patient busy schedule. If an organization finds its difficulty to see patients in a timely manner, they may require to examine their scheduling process and or staffing needs. പങ്ക്ച്വൽ ആയിരിക്കുക എന്ന് പറയുന്നത് ഓൺ ടൈമിൽ നമുക്ക് പേഷ്യൻസിന് ഒരു ചികിത്സ കൊടുക്കാൻ പറ്റും, അല്ലെ? പല കണ്ടീഷൻസിലും പല സാധാരണക്കാരായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും എന്താണ് എത്തിച്ചേരുന്നത് ആ ഡോക്ടറെ കണ്ടിട്ട് വിശദാംശങ്ങൾ അറിഞ്ഞ് ആ ട്രീറ്റ്മെന്റ് നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് എന്താണ് ഡോക്ടർ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ എന്താണ് അത് രോഗിയോട് കാണിക്കുന്ന അനീതി തന്നെയാണ്, അല്ലെ? രോഗിയോട് കാണിക്കുന്ന പക്ഷെ കറക്റ്റ് ആയിട്ട് എത്തിച്ചേരുന്ന ഡോക്ടറിനോട് എപ്പോഴും രോഗികൾക്ക് എന്താണ് ആ റെസ്പെക്ട് എപ്പോഴും നിലനിർത്തും, അല്ലെ? യെസ്. ആ റെസ്പെക്ട് എപ്പോഴും പേഷ്യൻസിന് ഉണ്ടായിരിക്കുന്നതാണ്. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കൃത്യസമയത്ത് എത്താന്നുള്ളത് 10 മണിയാണെങ്കിൽ എത്താം. അതിന് 5 മിനിറ്റ് എങ്കിലും നിന്ന് ഡോക്ടറെ ക്യാബിനിൽ ഉണ്ടായിരിക്കേണ്ടത് ഡോക്ടറും അതേപോലെ തന്നെ പേഷ്യൻസിനും ഇടയിൽ നല്ലൊരു റെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലെ? അപ്പൊ ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഡോക്ടേഴ്സ് ഇത് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താനായിട്ട് ഓൺ ടൈമിൽ അവർക്ക് ഡ്യൂട്ടിക്ക് കയറിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. യെസ്. ഇനി പേഷ്യൻസ് ഡോക്ടേഴ്സ് മാത്രമാണോ ഓൺ ടൈമിലൂടെ ജോലിക്ക് വരേണ്ടത് ഹോസ്പിറ്റലില്? ഡോക്ടേഴ്സ് മാത്രമാണോ? ഓൾ ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? ഹോസ്പിറ്റൽ ആ ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ള എല്ലാ ജീവനക്കാരും ഓൺ ടൈമിൽ എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ മേഖല ആയതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ എപ്പോഴെന്താണ് ബി പങ്ക്ച്വൽ ആയിരിക്കുക. അതുവഴി നമുക്ക് എന്താണ് ഡോക്ടേഴ്സും മറ്റു ജീവനക്കാരും പങ്ക്ച്വൽ ആവുന്നത് വഴി പേഷ്യൻസിന് എന്താണ് റെസ്പെക്ട് നിലനിർത്താൻ അതോടൊപ്പം അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, സെറ്റ് എക്സ്പെക്ടേഷൻസ്. സെറ്റ് എക്സ്പെക്ടേഷൻ അടുത്ത വേ ആണ് കേട്ടോ. സെറ്റ് എക്സ്പെക്ടേഷൻസ്. എക്സ്പെക്ടേഷൻസ് എന്താണ്? Healthcare providers can help set off by keeping all the information on their website, patient portal and printed collateral up to date always, including an FAQ section on printed and digital material that directs how to refill prescriptions, receive care after hours, and schedule appointments, and also play a vital role in aligning patients' hope with their experiences. എന്തായിരിക്കും സെറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വായിച്ചു നോക്കി. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് പറയാം. ഒരു പരിധി വരെ ശരിയാണ്. വായിച്ചു നോക്കൂ, കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. മതി. യെസ്. നോക്കട്ടെ, വായിക്കട്ടെ, പോരാ കേട്ടോ.
പറയൂ കുട്ടിയോ? സെറ്റ് എക്സ്പെക്ടേഷൻസ് എന്താണ്? ഹലോ. യെസ്, നമ്മളെ HIMS പഠിച്ചപ്പോ കുറെ എന്താണ് ഈ പ്രിസ്ക്രൈബിങ്ങിലൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഫീച്ചേഴ്സ്, പല ഫീച്ചേഴ്സ് HIMSന്റെ. ഇതൊക്കെ പേഷ്യൻസിന് എന്ത് തരം ഹെൽപ്പാണ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ആവശ്യകതകൾ അറിഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത്തരം സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ സപ്പോർട്ടിംഗ് സിസ്റ്റംസും സഹായിക്കുന്നുണ്ട് അല്ലെ? അതായത് പേഷ്യന്റ് പോർട്ടൽ ആണെങ്കിലും, അതായത് വെബ്സൈറ്റ് മുഖാന്തരം എന്താണ് പേഷ്യൻസിന് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട്, അതായത് എല്ലാത്തരം ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനാൽ തന്നെ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ എല്ലാ ആവശ്യകതകളും എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് അതായത് എക്സ്പെക്ടേഷൻ ഉദ്ദേശിക്കുന്ന അവരുടെ ആവശ്യകതകളാണ് അല്ലെ? അതായത് പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ എന്താണ് അതിനനുസരിച്ചിട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്കത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഈ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് കണ്ടെത്തുന്നത് അറിയുന്നതിന് വേണ്ടി FAQ പോലുള്ള സെക്ഷൻസ് നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. എന്താണ് FAQ എന്ന് പറയുന്നത്? FAQ എക്സ്പാൻഷൻ അറിയാമോ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് സർവേ പോലെയാണ്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് ഓൾറെഡി പേഷ്യന്റ് പോർട്ടൽസിനെ കുറിച്ചോ ഈ പ്രിസ്ക്രിപ്ഷൻസിനെ ഒക്കെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ എന്താ പറയാ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പ്രിസ്ക്രൈബിംഗ് വഴിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിനാൽ തന്നെ അവിടെ മിസ്റ്റേക്സുകൾ, എറേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ സർവേ പോലെ തന്നെ FAQ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും പേഷ്യൻസിനെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ ചോദ്യങ്ങളിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തുന്നത്? അവരുടെ എക്സ്പെക്ടേഷൻ, അതിൽ ആ ചോദ്യത്തിൽ നമുക്ക് എന്താണ് പേഷ്യന്റ് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ ഉത്തരങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, പേഷ്യൻസിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഈ സിസ്റ്റംസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് മുഖാന്തരം നടത്തുന്ന എല്ലാ പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അതായത് അവരുടെ എക്സ്പെക്ടേഷൻസ് നിലനിർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ഇത്തരം സെക്ഷൻസ് നടത്തുന്ന വഴി എന്താണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല ഈ എക്സ്പെക്ടേഷൻ, അതായത് പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ എന്താണ് പേഷ്യൻസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആവാം. ഓക്കെ, അതായത് അവരുടെ പ്രതീക്ഷകൾക്ക് അനുചിതമായിട്ടുള്ള രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലെ സർവീസസ് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. പേഷ്യൻസ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനുതകുന്ന രീതിയിലുള്ള സർവീസ് ഡെലിവറി അവർക്ക്, പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുക. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ, നല്ലൊരു എക്സ്പീരിയൻസ് ലഭ്യമാവുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഗോ ഡിജിറ്റൽ. ഗോ ഡിജിറ്റൽ ഇത് അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെയും പറയുന്നത്. ഗോ ഡിജിറ്റൽ എന്താണ്? Hospital can do just about anything with a few taps on our phones, from paying your fees to booking a vaccination. Vaccination ആണ് അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, വെക്കേഷൻ എന്നാണ് കിടക്കുന്നത്, വാക്സിനേഷൻ ആക്കണേ. Vaccination, digitizing your practice can generate proficiencies for your staff and patients that make better our own experience. The right software allows to digitize every step of the patient's journey, from booking an appointment to paying their deductibles. Okay, Go Digital എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു കാലഘട്ടത്തില് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ മുഖാന്തരമാണ് അല്ലെ? ഹോസ്പിറ്റലിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനാൽ തന്നെ ഹോസ്പിറ്റൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പേഷ്യൻസിന് ഒരു അപ്പോയിന്റ്മെന്റ് മുതൽ പേഷ്യൻസ് ബില്ലിംഗ് വരെയുള്ള എല്ലാ ഷെഡ്യൂൾസുകളും നിരന്തരമായിട്ടാണെങ്കിൽ കൃത്യമായ രീതിയിൽ ചെയ്യുന്നത് എന്താണ്? ഒരു സിസ്റ്റം മുഖാന്തരമാണ് എല്ലാം ചെയ്യുന്നത് അല്ലെ? അതായത് ഡിജിറ്റൈസ് സംവിധാനം വന്നതോടുകൂടി എന്താണ് ഹോസ്പിറ്റലിനകത്ത് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. മാത്രമല്ല
അത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെ, ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്ന HMS പോലുള്ള സോഫ്റ്റ്വെയർ മുഖാന്തരം എന്താണ് ഏറ്റവും നല്ല വെബ്സൈറ്റ്, നല്ല സോഫ്റ്റ്വെയർസ് കൂടി ആയിരിക്കണം നമ്മൾ അവിടെ അലോ ചെയ്യേണ്ടത്. അതായത് മറ്റേ തേർഡ് പാർട്ടീസിനോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാ തരം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയുള്ള വെബ്സൈറ്റ്സുകളായിരിക്കും നമ്മൾ ഇവിടെ ഓൾറെഡി പേഷ്യൻസിന്റെ വിസിറ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഡെലിവറി സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മാത്രമല്ല ഈ വെബ്സൈറ്റ് മുഖാന്തരം നമ്മുടെ പേഷ്യൻസിന്റെ എല്ലാ രേഖകളും, അതായത് പേഷ്യൻസിന്റെ ഡാറ്റാസ് നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെയാണ് സൂക്ഷിക്കുന്നത്? സോഫ്റ്റ്വെയറിലാണ് അല്ലെ. ഓരോ സോഫ്റ്റ്വെയറിനകത്താണ് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാ ബേസസ് നമ്മൾ സൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് HIPAA പോലുള്ള സുരക്ഷാ നിയമങ്ങളുടെ അണ്ടറിലാണ് നമ്മൾ ഈ സുരക്ഷ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ ഡാറ്റാസ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ്, പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒരിക്കലും മറ്റൊരു പാർട്ടിക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. അവരുടെ ഡീറ്റെയിൽസ് എപ്പോഴും ഒരു സുരക്ഷിതമായ മാനറിൽ ഹോസ്പിറ്റലിൽ സേവ് ആണെന്നുള്ളത് പേഷ്യൻസിന് അറിയാനും സാധിക്കും. അതിനാൽ തന്നെ എന്താണ്, പേഷ്യൻസിന് മറ്റു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും നേരിടാതെ തന്നെ ഏറ്റവും നല്ലൊരു മാനറിൽ, അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പോലും എന്താണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഈ ഡിജിറ്റലൈസ് സംവിധാനങ്ങൾ പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പേഷ്യൻസ് സംതൃപ്തരാകുന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി ഇവിടെ നമുക്കറിയാം പല ഷെഡ്യൂൾ, വാക്സിനേഷൻ മാനേജ്മെന്റ്, സപ്പോർട്ട് മാനേജ്മെന്റ്, പല മാനേജ്മെന്റ്സുകളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം. അതിന്റെ റിമൈൻഡേഴ്സും അതിന്റെ ഫോളോ അപ്സ് ഒക്കെ നമുക്ക് എന്താണ് ഓൾറെഡി നമ്മുടെ മൊബൈൽ ഫോൺസിൽ തന്നെ എന്താണ് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ലഭിക്കും. അപ്പൊ അതിന് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജേർണിയിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ് ഡിജിറ്റലൈസിംഗ് സംവിധാനങ്ങൾ അവർക്ക് കൊണ്ടുവരുന്നത് അല്ലെ. അതിനാൽ തന്നെ അവരെ സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് ഇത്തരം രീതിയിലുള്ള ബേസിസ് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. മനസ്സിലായോ? Okay. Next one, decrease wait times. നിങ്ങൾക്ക് പറയാലോ ഡിക്രീസ് വെയിറ്റ് ടൈംസ് എന്താണ്? പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് അല്ലെ. വെയിറ്റിംഗ് ടൈം കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, കൂട്ടുകയല്ല. ഡിലേ ആവുന്ന സമയത്ത് പേഷ്യൻസിന് പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഡോക്ടറെ കാണാനാണെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനാണെങ്കിൽ എന്താണ് ഒരുപാട് സമയം ഡിലേ വരാതെ നമുക്കൊരു കൃത്യമായ ടൈം ഷെഡ്യൂളിൽ പേഷ്യൻസ് ഡോക്ടറെ കാണാനും ട്രീറ്റ്മെന്റ് എടുക്കാനും മറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സമയപരിധി ഒരു കൃത്യമായ ഇടവേളകളായിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം, മണിക്കൂറുകളോളം പേഷ്യൻസിന്റെ അവിടെ തങ്ങി നിൽക്കാതെ നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. പ്രത്യേകിച്ച് ടൈം ഷെഡ്യൂള് കൃത്യമായിരിക്കണം അല്ലെ. വെയിറ്റിംഗ് ടൈംസ്, പ്രത്യേകിച്ച് വെയിറ്റിംഗ് ടൈംസ് ഒരുപാട് വരാതെ തന്നെ ഇരുന്നാൽ തന്നെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. Decrease the amount of the time that patients spend in a waiting rooms. Plan to get rid of time spent traveling to and from appointments, removing stress and attendance barriers of many patients. ഓക്കെ, നമുക്കറിയാം പല പേഷ്യൻസും പല ദൂരത്തു നിന്ന് എത്തിച്ചേരുന്നവരാണ് അല്ലെ. ഇപ്പോൾ ആ ട്രീറ്റ്മെന്റ് കണ്ടിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത്. അവർ അത്രയും ദൂരം വന്നിട്ടും പിന്നെ എന്താണ് ഇവിടെ വന്നിട്ട് പിന്നെയും അത്രയും അതിൽ കൂടുതൽ സമയം ട്രാവൽ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. മാത്രമല്ല പല രീതിയിലുള്ള സ്ട്രെസ്സും പല ടെൻഷൻസും പല കാര്യങ്ങളൊക്കെ പല സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വെയിറ്റിംഗ് ടൈംസ് കൂടുന്നതിനനുസരിച്ച് പേഷ്യൻസിൽ പല ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് അവരുടെ രോഗാവസ്ഥ മൂലം ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല മറ്റു കാര്യങ്ങളും എന്താണ് ഇതേപോലെ നമ്മൾ കാത്തിരിപ്പ് സമയം കൂടുന്നതിനനുസരിച്ച് പേഷ്യൻസിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പൊ അത്തരം സാഹചര്യം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് അല്ലെ. ഇനി നമ്മള് ഈ വെയിറ്റിംഗ് ടൈംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സംഭവങ്ങളും ഇപ്പൊ എല്ലാ സാധ്യതകളും ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ പേപ്പർ റെക്കോർഡ്സിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് റെക്കോർഡ്സുകളാണ്? ഏത് തരം റെക്കോർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതുതരം റെക്കോർഡ്സ് ആണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലാണ് അല്ലെ. EMR, EHR പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ തന്നെ നമുക്ക് വെയിറ്റിംഗ് ടൈംസ് പല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട്. പേപ്പർ വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് സമയം പേഷ്യൻസിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ,
Then hospital can use a secure online program to let patient complete and submit their registration paperwork before their appointment, further detecting time spent in waiting rooms. Okay, അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ എല്ലാത്തരം പേഷ്യൻസിന്റെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ നമുക്ക് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ആ വെയിറ്റിംഗ് ടൈംസ് ഡിക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരാൾ എഴുതണം അല്ലെങ്കിൽ മാൻ പവർ അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലെ. അത്തരം സമയം പോലും നമുക്ക് എന്തിലും വേണ്ട ഒരു സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്തരം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത്തരം സമയം കൂടുതൽ വേണ്ട ആവശ്യകതയില്ല അല്ലെ. എത്രയും പെട്ടെന്ന് തന്നെ ഓരോ പേഷ്യൻസിനെ നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് ക്ലിയർ ചെയ്യാനും അവരുടെ ഒരു ഡോക്ടറെ കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും അതായത് ഒരുപാട് സമയം എടുക്കാതെ കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാനുള്ള സിറ്റുവേഷൻസ് ഡിജിറ്റലൈസ് ക്ലാസ്സിലെ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ എന്താണ് അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ് വെയിറ്റിംഗ് ടൈംസ് കുറയ്ക്കുന്നത് വഴി പേഷ്യൻസിൽ നമുക്ക് നല്ല രീതിയിലുള്ള സംതൃപ്തി നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പൊ വെയിറ്റിംഗ് ടൈംസ് ഡിക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കാൻ എന്ത് ചെയ്യണം, പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ പർപ്പസ് കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈൻ ആണെങ്കിൽ പോലും എന്താണ് അത് കൃത്യമായ ഒരു ടൈം ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന വഴി നമുക്ക് എന്താണ് പേഷ്യൻസിൽ ഇത്തരത്തിലുള്ള ഈ ഒരു കാത്തിരിപ്പ് സമയം കൂടുതൽ കുറയ്ക്കാനായിട്ടും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താനായിട്ടും ഇത് സഹായിക്കുന്നു കേട്ടോ. ഓക്കെ, മനസ്സിലായോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ അല്ലെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് പേഴ്സണലൈസ്ഡ് കെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാതെ. എല്ലാ പേഷ്യൻസും ആഗ്രഹിക്കുന്നത് എന്താണ്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡെലിവറി കെയർ സംവിധാനമാണ് ഓരോ പേഷ്യൻസ് ആഗ്രഹിക്കുന്നത് അല്ലെ. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ആവശ്യകതകൾ അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാണ്. അതായത് അവരെ കൺസിഡർ ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഓരോ രോഗിയുടെ ആരോഗ്യ ആവശ്യകതകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ആ ഒരു ഹോസ്പിറ്റലിന് കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആ ഒരു പേഷ്യന്റ് സംതൃപ്തരാവുകയുള്ളൂ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയുക ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടില്ലേ, സ്റ്റാഫുകളുടെ വർക്ക്സ് കുറച്ചുകൂടി അതായത് സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റലൈസ്ഡ് സംവിധാനങ്ങൾ വന്നത് കൊണ്ട് തന്നെ പേഷ്യന്റ് കെയറിൽ അതായത് അവരുടെ വർക്ക് ഫ്ലോസുകളെ കുറച്ച് ഈസി ആക്കാനും കൂടുതലായിട്ട് നമ്മുടെ പേഷ്യന്റ് ഫോക്കസ്ഡ് ഏരിയാസിൽ ശ്രദ്ധിക്കാനായിട്ടും ആർക്ക് സാധിക്കുന്നുണ്ട്, സ്റ്റാഫുകൾക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം രീതികൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പേഷ്യൻസിന് കൂടുതൽ ഒരു രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഒരു ടെക്നോളജിക്കൽ മാനറിൽ കൊണ്ടുവരുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ സ്കോർ കൂടുതലാവണമെങ്കിൽ, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിലും പേഷ്യന്റ് റിലേറ്റ് ചെയ്ത് വന്നല്ലെങ്കിൽ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ ആയിരിക്കണം നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ എല്ലാ പേഷ്യൻസ് എന്തായി തീരുകയുള്ളൂ, സംതൃപ്തരായി മാറുകയുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് കൊടുത്തിട്ടായിരിക്കണം ഓരോ പേഷ്യൻസിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ഹെൽത്ത് റിക്വയർമെന്റ്സ് എന്താണെന്ന് ഓരോരുത്തരുടെയും വ്യക്തിഗതമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ പേഷ്യന്റ് കെയറിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അത് മുഖാന്തരം പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു. അതിനാൽ തന്നെ എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ അറിയാവുന്ന സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് കൂടാനും സഹായിക്കുന്നു. അതായത് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൂട്ടാനായിട്ട് ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ സഹായിക്കും, അത് പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ എന്ന സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. മനസ്സിലായോ? Then last point, encouraging lifelong learning. Healthcare practices systems are continuously evolving. To keep pace, healthcare professionals require access to vast continuing education courses that expanded their knowledge, base and improve their ability to provide high quality care. With the right skill sets, practitioners can help increase patient satisfaction scores. Okay. നമ്മളിപ്പോ ഹെൽത്ത് സംവിധാനങ്ങൾ അല്ലെങ്കിൽ
നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖല ഇപ്പോഴും എന്താണ് ഏറ്റവും നല്ല പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ പുതിയ പദ്ധതികളും പുതിയ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്ന എന്താണ് ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം അല്ലെ, അതായത് ഉന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. മാത്രമല്ല പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ചികിത്സാ പദ്ധതികൾ, ഇതെല്ലാം തന്നെ എന്താണ് ഈ അടുത്തിടെ കാലങ്ങളിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്? ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതിനാൽ തന്നെ ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാക്ടീഷണേഴ്സിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്ത് കൊടുക്കേണ്ടതുണ്ട്? ലൈഫ് ലോങ് ലേണിംഗ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് അവരെ നിലവിലുള്ള നോളജിന് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പ്രാക്ടീഷണേഴ്സിന് വേണ്ടുള്ള എല്ലാത്തരം, അതായത് അവരുടെ എബിലിറ്റീസും സ്കില്ലും നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പൊ പുതിയ ആരോഗ്യ മേഖലയിൽ അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവന്നു അതെല്ലാം ഈ സിസ്റ്റംസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ആരോഗ്യ മേഖല കുറച്ചുകൂടി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. അതായത് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്? ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാം പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? പ്രൊവൈഡേഴ്സിനാണെങ്കിൽ പ്രാക്ടീഷണേഴ്സിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റിസർച്ചിന്റെ ഭാഗമായിട്ട് എന്താണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന കുറെ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അവരുടെ ഹൈ ക്വാളിറ്റി കെയർ ഡെവലപ്പ്, അതായത് ഓരോ ഡോക്ടേഴ്സിനും ഓരോ പേഷ്യൻസിനെ വ്യക്തിഗതമായിട്ടും ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്, പേഷ്യൻസിനെ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നമ്മൾ ആർക്ക് നമ്മുടെ ഡോക്ടേഴ്സിന് പ്രത്യേകമായിട്ട് ട്രെയിനിങ്സുകൾ കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഹെൽത്ത് കെയറിലെ മറ്റു ജീവനക്കാരുണ്ട് അല്ലെ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റു ജീവനക്കാർക്ക് എന്താണ് ഈ പുതിയ പരിപാടികളെ കുറിച്ച്, ഈ പുതിയ അഡ്വാൻസ്മെന്റ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനും അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നിവ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ എന്താണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നത് വഴി ഡോക്ടേഴ്സിനെ നമുക്ക് എന്താണ് കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും നമുക്ക് ആരോഗ്യ മേഖലയിൽ നിലനിർത്താൻ സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? പേഷ്യൻസിലെ സംതൃപ്തി നിലനിർത്താനായിട്ടും നമുക്ക് സാധിക്കും. അതായത് ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്കിൽ ആയിട്ടുള്ള ഡോക്ടറും അല്ലെങ്കിൽ മറ്റു ജീവനക്കാരും ഇടപെടുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് ആ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലൊരു മെഡിക്കൽ കെയർ ടീമിനെയാണ് അവിടെ ലഭിക്കുന്നത് അല്ലെ. ഏറ്റവും നല്ലൊരു മെഡിക്കൽ കെയറിന് ടീമിനെ ലഭിക്കുമ്പോൾ തന്നെ എന്താണ് പേഷ്യൻസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, യെസ്. അപ്പൊ ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ജീവനർക്കും വേണ്ടിയുള്ള, അതായത് അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം ലൈഫ് ലോങ് ലേണിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുവഴി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താൻ സഹായിക്കും കേട്ടോ. അപ്പൊ എന്താണ് അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മള് ഒരു രോഗിയുടെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഡോക്ടർക്ക് എന്ത് പറയാൻ പറ്റണം? ഏത് തരം അസുഖമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഡോക്ടേഴ്സിന് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഒരു സിംറ്റംസ് ഇന്ന രോഗമാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റണം. ആ ഒരു രീതിയിൽ അവരുടെ നോളജ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കേട്ടോ. യെസ്, മനസ്സിലായോ? നമ്മളെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ക്ലസ്റ്റർ മീറ്റിംഗ് കോഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതെന്തിനാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? ഈ ഒരു അക്കാദമിക് ഇയർ കഴിഞ്ഞ് അടുത്ത അക്കാദമിക് ഇയർ ആവുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഈ ഒരു 2 മാസം കോഴ്സ് ആയിരിക്കുള്ളൂ. ക്ലസ്റ്റർ മീറ്റിംഗ് ഒക്കെ പറയുമ്പോൾ ഈ കോഴ്സ് ആയിരിക്കും. കുട്ടികളെ അടുത്ത വർഷത്തേക്ക് പഠിപ്പിക്കേണ്ട ആക്ടിവിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലേണിങ്സ് കുറച്ചുകൂടി സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ അവരെ അവിടെ പ്രിപ്പയർഡ് ആക്കിയാണ് അല്ലെ. അതിനു വേണ്ടിയാണ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. സെയിം ഇവിടെയും എങ്ങനെ തന്നെയാണ്? ഇവിടെ നമ്മള് ഇവിടെ ആരോഗ്യ മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി രോഗി കേന്ദ്രീകൃതമായി ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽസിന് കൂടുതൽ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ.
അപ്പോൾ അതിലൂടെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, യെസ്. നമ്മൾ വേസ് പഠിച്ചതിലും ബാക്കിയുള്ള അതർ വേസസ് ആണ് ഇപ്പൊ പഠിച്ചത്. എന്തൊക്കെയാണ്? ഡെവലപ്പ് റാപ്പോർട്ട്, അതായത് പേഷ്യന്റ് ഡോക്ടേഴ്സ് തമ്മിലുള്ള ബന്ധം ഡെവലപ്പ് ചെയ്യുക. മേക്കിംഗ് പേഴ്സൺ, വ്യക്തിഗതമായിട്ടുള്ള രീതിയിലുള്ള കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ പേഷ്യൻസിന്റെ രോഗാവസ്ഥയെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഹോസ്പിറ്റലിൽ മതിയായ ശുചിത്വം നിലനിർത്തുക. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അപ്ഡേറ്റ് ചെയ്യുക. ഡോക്ടേഴ്സ് ആ ഒരു പങ്ക്ച്വാലിറ്റി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എല്ലാത്തരം ഡിജിറ്റലൈസിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പേഷ്യൻസിന് എല്ലാം തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കുക. അതുവഴി നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താം. ദെൻ വെയിറ്റിംഗ് ടൈംസ് ഡിക്രീസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. പിന്നെന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റ് ഫോക്കസ്ഡ് കെയറിലായിരിക്കണം. പിന്നെ പേഷ്യൻസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ലൈഫ് ലോങ് ലേണിംഗ്സ് പ്രൊവൈഡ് ചെയ്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ മെത്തേഡ്സും സ്വീകരിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ മേഖലയെ ഹൈ ക്വാളിറ്റി കെയറിലേക്ക് ഉയർത്താനും അതുവഴി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഡെവലപ്പ് ചെയ്യാനായിട്ടും ഇത്തരം വേസസുകൾ സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്, ക്ലിയർ. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചാപ്റ്റർ കഴിഞ്ഞു. ഓൾ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. എനിക്ക് എടുക്കാനുള്ള എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റഡ് ആണ് കേട്ടോ. നമ്മളുടെ ജേർണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പരീക്ഷ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ജേർണി കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് നിങ്ങളോടുള്ള ഒരു കടപ്പാടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സഹായിച്ചുകൊണ്ട് എടുക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങോട്ടാണ് താങ്ക്സ് പറയുന്നത്. കേട്ടിരുന്നതിനും ഇത്രയും നാൾ കേട്ടിരുന്നതിനും സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞാൽ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ എപ്പോഴും നിലനിർത്താൻ പറ്റി. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് അങ്ങോട്ട് പറയുന്നത് കേട്ടോ. യെസ്. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഇനി കുറച്ച് റിവിഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ പഠിച്ച എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക് ഓൾറെഡി ക്ലാസ്സിൽ റിവൈസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. യെസ്. വിചാരിച്ചതിൽ നേരത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഏപ്രിൽ 8 പറഞ്ഞിരുന്നത്. എല്ലാ ടീച്ചേഴ്സിനും കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞെടുക്കാനുള്ളൂ അല്ലേ? PG-യുടെ എന്താണോ ചോദിച്ചത്? എലിമെന്റ്സിനെ കംപ്ലീറ്റഡ് ആയി. PG-യുടെ എന്താ ചോദിച്ചേ? PG-ക്ക് കാണുകയും വേണം. ഞാൻ PG-യില് നിങ്ങളുടെ ബാച്ചിൽ ഉണ്ടാവും അറിയില്ല. PG എടുക്കുന്നതാണോ? PG തുടക്കം മുതൽ എടുക്കുന്നതാ? നിങ്ങളുടെ ബാച്ചിൽ ഉണ്ടാവും അറിയില്ല കേട്ടോ. ടൈം ടേബിൾ ഇടുമ്പോ ഉണ്ടെങ്കിൽ ഉണ്ടാവും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ PG-യിൽ കാണാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൺവൊക്കേഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞേക്കാം കേട്ടോ. പോകുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. നിങ്ങളൊന്നും പേടിക്കണ്ട. വേറൊരു കാര്യം, ഇന്നലെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ചാപ്റ്ററിലെ മോക്ക് ടെസ്റ്റ് പാടാണോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നിച്ച് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചതാ. കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര മാർക്ക് കിട്ടാറുണ്ട് 5-ല്? 5-ല് എത്ര മാർക്ക്? 4 കിട്ടാറുണ്ട്. ഓക്കെ, 5 കിട്ടാറുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഫുള്ളും കിട്ടാറുണ്ട്. ഓക്കെ, ശരി കേട്ടോ. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് കൂടി നോക്കുക. പിന്നെ എന്നിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങിക്കോ കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നമുക്ക് മൺഡേ കാണാം. മൺഡേ എവിടെയെങ്കിലും റിവിഷൻ ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോരെ. താങ്ക് യു.